Back to my channel, back Lingo Gaming. So today's video, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ how to convert your video into big file to small file. നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടല്ലേ, യൂട്യൂബ് ചാനൽ, അതിനകത്ത് നിങ്ങൾ എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും. അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ എടുക്കുന്ന വീഡിയോൻ്റെ ക്വാളിറ്റി സൈസ് അനുസരിച്ചാണ് ഡേറ്റ വരുന്നത്. ഇപ്പം എന്താ ഒരു 380 ഇൻറ്റു 140 3780 ഇൻറ്റു 1480 സൈസാണ് ലഭിക്കുക. അപ്പൊ അതിന് ഇത്ര MB അല്ലെങ്കിൽ GB ആവും. എനിക്ക് തന്നെ ഇപ്പൊ എന്താ 4 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും 1 GB 1.4 GB ആയിരിക്കും സ്റ്റോറേജ് വരുന്നത്. അപ്പൊ പിന്നെ അത് ഞാൻ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതായത് വീഡിയോ 1 GB ആണെങ്കിൽ ഞാൻ അത് 420p ഇടും. അപ്പോൾ സൈസ് അതനുസരിച്ച് സൈസ് കുറച്ചിട്ട് നമുക്കത് വേണമെങ്കിൽ 72 MB 152 MB കുറെ കുറച്ച് കിട്ടും. ആ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന 3 ആപ്ലിക്കേഷൻസ് ആണ്. 3 ആപ്ലിക്കേഷൻസിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഇത് യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ Vidcompact എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പ്, ജിയോ റെക്കോർഡർ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷെ ക്യാമറ കൺവേർട്ട് ചെയ്യണമെങ്കിൽ VIP മോഡാണ്. VIP ആയ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കി ജിയോ റെക്കോർഡറൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചെടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ മറ്റേ ഇതില്ലേ, കമ്പ്യൂട്ടറിലുള്ള ആപ്ലിക്കേഷൻ. അതിന്റെ ആൻഡ്രോയിഡ് മൊബൈലിലുള്ള വെർഷൻ രൂപമാണ് ഹാൻഡ് ബ്രേക്കിന്റെ വീഡിയോ കംപ്രസർ. അത് ആൻഡ്രോയിഡിൽ ലഭ്യമാണ്. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയാൻ ആൻഡ്രോയിഡ് വന്നിരിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോ, ക്യാമറ, ജിയോ റെക്കോർഡർ, വാട്സപ്പ് അങ്ങനെ ഇമേജ് വരെയും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. എത്ര MB കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോസിലേക്കാകട്ടെ, യൂട്യൂബിലേക്കാകട്ടെ, വാട്സപ്പിലേക്കാകട്ടെ അപ്ലോഡ് ചെയ്യുന്നതിന് ഡാറ്റ വേണം. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഞാൻ അത് വാങ്ങിച്ചിട്ടില്ല, കാരണം വീഡിയോ കമ്പോസർ ആണെന്നാണ് എൻ്റെ വിചാരം. ഞാനത് പറയാം, ഇവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 3 ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്കിപ്പോൾ വലിയൊരു വീഡിയോ, ചെറിയൊരു വീഡിയോ ക്വാളിറ്റി അതനുസരിച്ച് നൈസായിട്ട് പറയാം. എൻ്റെ മുമ്പത്തെ വീഡിയോസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അറിയാം. ബാക്ക്ലിങ്കോ ഗെയിമോ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യാം. എന്നിട്ട് ഹൗ ടു മേക്ക് എ യൂട്യൂബ് ചാനൽ ആപ്പ് എന്നുണ്ടാവും. അവിടെ പോയി നോക്കിയാൽ മതി. നിങ്ങൾക്ക് എൻ്റെ ക്വാളിറ്റി, ഞാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് 1 GB വീഡിയോസ് ഒക്കെ കുറച്ച് ഇതാക്കുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ കാണും, അതിലും പിടിച്ചേക്കുക പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട്. അപ്പോൾ ഈ 3 ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോന്റെ ക്വാളിറ്റി കുറയ്ക്കാം. അത് എത്ര വേണമെങ്കിലും കുറയ്ക്കാം. ക്വാളിറ്റി നമ്മൾ 480p 720p 1080p അതൊക്കെ അനുസരിച്ച് സൈസ് ഓഫ് ഇതിനകത്താവും. ആദ്യത്തെ ആപ്ലിക്കേഷൻ ആണ് 480p അങ്ങനെ ഇതാക്കുന്നത്. ആദ്യത്തെ ആപ്ലിക്കേഷൻ 640p വരെ മാക്സിമം ഉള്ളൂ. രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ നമുക്ക് വേണമെങ്കിൽ എന്താ വീഡിയോയിൽ കുറച്ചും കൂടെ ക്വാളിറ്റി കൂട്ടാം, ഉള്ളതിൽ നിന്ന് 1 മടങ്ങ് കൂട്ടാം. പിന്നെ അതല്ലാതെ 720p 420p 360 260p വരെയൊക്കെ ഉണ്ട്. അത് ഓരോ സെക്ഷനാണ്. ഇപ്പൊ 720 സെക്ഷൻ ആണെങ്കിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഏത് സൈസും അഡ്ജസ്റ്റ് ചെയ്യുക. സൈസാണ് അവിടെ ഇതായിട്ട് വരുന്നത്, മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത്. ക്വാളിറ്റിയാണ് 480p. അതിലുള്ള നമുക്ക് സൈസ് 4 ഓപ്ഷൻസ് വരുന്നത്. മൂന്നാമത്തേന്ന് വെച്ചാൽ നമുക്ക് സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ക്വാളിറ്റി അതുള്ള ഇതാക്കണം. അതിനുശേഷം കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറി. ഈ 3 ആപ്ലിക്കേഷനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഒരു യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ ഉള്ള കൂട്ടുകാർക്ക് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. സ്കിപ്പ് അടിക്കരുത് കേട്ടോ. വീഡിയോ സ്കിപ്പ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുന്തോ മനസ്സിലാവത്തില്ല. പരമാവധി സ്കിപ്പ് അടിക്കാതെ പോവുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക. Thank you.
ഞാൻ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. വിഡ്കമാൻഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോൻ്റെ ക്വാളിറ്റി 450pയിലിട്ട് MB കുറയ്ക്കാവുന്നതാണ്. 1 GB 10 MBയിലേക്കൊക്കെ ആക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് VIP മോഡാണ്. ക്യാൻസൽ ചെയ്യുന്നു, ക്വൈറ്റ്. എന്നിട്ട് ഈ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് കുറയ്ക്കാനായിട്ട്. എന്നിട്ട് ക്യാമറയിൽ നിന്ന് ഞാൻ ആദ്യത്തെ ഈ വീഡിയോ എടുക്കുന്നു. സോറി ഇതല്ല. ഇപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോസ് ഞാനിപ്പോൾ ഈ ഹലോ ആപ്പിൽ നിന്ന് എടുത്ത ഈ ഓപ്ഷനാണ് എടുക്കുന്നത്. ക്യാമറയിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ക്യാമറ വീഡിയോ നമുക്ക് ഇതായിരിക്കും കുഴപ്പം. നമുക്ക് VIP മോഡാണെങ്കിൽ ക്യാമറ മോഡ് കിട്ടത്തുള്ളൂ. അല്ലാതെയാണെങ്കിൽ ഞാനിപ്പോൾ ഹലോ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ നിന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഡൗൺലോഡ് ഈ വീഡിയോ ഞാനത് ചെറിയ വീഡിയോ ആയതുകൊണ്ട് ഇതാക്കാൻ പറ്റത്തില്ല. ഞാൻ കുറച്ചും കൂടെ വലിയ വീഡിയോ എടുക്കുകയാണ്. ഡൗൺലോഡ്സിലുള്ള 11.72 MB ഈ വീഡിയോ എടുക്കുകയാണ്. ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാം സൈസ് 6.28. ഇതിൻ്റെ മാക്സിമം നമുക്ക് 360, 320, 240. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇത് കുറയുന്നുണ്ട്. സൈസ് കുറയുന്നുണ്ട്. 240 നമുക്ക് 2.77 MB ആണ് വരുന്നത്. 320pയിലിടുമ്പോൾ 4.95 വരുന്നത്. 360 6.28. ഇത് 11 MB ആണ് കേട്ടോ. 11.72. ഇവിടെ 6.28. അതിനുശേഷം നമ്മൾ മുകളിലത്തെ ഓപ്ഷനിലേക്ക് കിടക്കുക. ഈ ഓപ്ഷനിൽ കിടക്കുക. ഞാൻ കാണിച്ചു തന്ന ചുമന്നവരാണ്. ശേഷം സേവ് ടു ഗാലറി അവിടെ പിടിച്ച് നിൽക്കുക. വീഡിയോ ലോഡാവുന്നതായിരിക്കും. ഞാൻ ലോഡായി ഇപ്പോൾ 39 40 ഇപ്പോൾ 90 98. ഇപ്പോൾ നമുക്കിവിടെ കാണാം 3.56 MB ആയി. അപ്പോൾ ഞാൻ ഈ ഒറിജിനൽ വീഡിയോ ഡിലീറ്റ് ആക്കി കളയാം. യെസ്. ഇനിയിപ്പോൾ ഞാൻ ഗാലറിയിൽ പോയി കാണിച്ചു തരാം. എനിക്കിവിടെ ഫോട്ടോസാണ്. ഞാൻ ഫോട്ടോസിൽ ചെന്നു. ഇതാണ് ഇതല്ല, ഇതുമില്ല. പിന്നെ 8.6 MB ആയിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് 2 മിനിറ്റത്തെ വീഡിയോ ആണ്. 8.6. വീഡിയോൻ്റെ ക്വാളിറ്റി ഒന്നും കുറയുന്നില്ല. ഞാൻ തിരിച്ചു കാണിച്ചിട്ട് ക്വാളിറ്റി ഒന്നും കൊണ്ടില്ല. നിങ്ങൾക്ക് സൈസ് കുറഞ്ഞ് കിട്ടും. കണ്ടിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് അടുത്ത ആപ്ലിക്കേഷൻ നെക്സ്റ്റ് നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷന് പകരം ആൻഡ്രോയിഡ് ഇറങ്ങിയ വീഡിയോ കമ്പ്രസർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഇതിൽ ഞാനിപ്പോൾ ക്യാമറ വീഡിയോസ് ക്യാമറ 3 എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഈ 58 10 മിനിറ്റത്തെ വീഡിയോ കേട്ടോ, 10 സെക്കൻഡിലെ വീഡിയോ 50.8 MB എന്നെടുത്താൽ. ദെൻ ഈ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
ഇപ്പം നിങ്ങൾക്ക് ഇവിടെ സൈസൊക്കെ എഴുതി തരുന്നതായിരിക്കും. അതിൽ ഞാൻ ഇപ്പോൾ 780 ആയി കഴിയുമ്പോൾ 58 ആവും. ഞാൻ 750 എന്നിട്ട് ഇവിടെ ആകും. നമ്മൾ നേരെ ഫോട്ടോസിൽ പോവുക, ആൽബം പോവുക. എന്താ ഐഡിയ വീഡിയോ കമ്പോസർ എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും ഇത് വരുന്നത്. ഇതുണ്ടോ 53 MB സാധനം 6.1 MB. ഇനി അടുത്ത വീഡിയോ, ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. വീഡിയോ കൺവേർട്ടർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ കണ്ട ഉടായിപ്പാണെന്ന് തോന്നത്തുള്ളൂ, പക്ഷെ വർക്ക് ചെയ്യുക 100%. വീഡിയോ കൺവേർട്ടർ ഞാൻ പിടിച്ച് നിൽക്കാൻ വേണ്ടി അത് കാണിച്ചു തന്നെ കേട്ടോ. ഓക്കെ, ശേഷം ക്യാമറ ഒരു 11 മിനിറ്റത്തെ ഇത് ഞാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഡൺ. പ്ലീസ് വെയിറ്റ് ചെയ്യും. ഞാനിപ്പോൾ 1200, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ഇടാം. 770, 480 ഞാൻ സാധാരണ ഇടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ കൺവേർട്ട് എന്നുള്ള ഓപ്ഷൻ ഇടുക. ഇവിടെ ഈ കൺവേർട്ട് എന്നുണ്ടാവും, അവിടെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. കൺവേർട്ട് സ്റ്റാർട്ട് നൗ. ഇതിവിടെ ആകുന്നതായിരിക്കും. 9% 10% അപ്പം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര വലിയ GB-യിലുള്ള വീഡിയോ ആണെങ്കിലും അത് നമുക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റിയിലിടാം. പക്ഷേ ക്വാളിറ്റി അവിടെ കുറയാൻ സാധ്യതയില്ല. ഞാൻ നോക്കിയത് വെച്ച് ക്വാളിറ്റി കുറയാൻ സാധ്യതയില്ല. അതുകൊണ്ട് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, ഈ യൂട്യൂബ് ചാനലുള്ള എല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുക കേട്ടോ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഹൗ ടു മേക്ക് എ വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. പിന്നെ ഹൗ ടു മേക്ക് എ യൂട്യൂബ് ചാനൽ ആപ്പ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ഓക്കെ, ആ 2 ഇതും നിങ്ങൾ പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബുമായിട്ട് നല്ല ഇതുണ്ടാകും. 100% ആയി. ഓക്കെ, ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു. ഞാൻ ലാസ്റ്റിലിടുക. ഇനി ഫോട്ടോസ് ഞാൻ പോയി കാണിച്ചു തരാം. ഞാൻ നേരെ ഫോട്ടോസിലേക്ക് പോവാണ്. ആൽബം ഇതല്ല ഞാൻ കാണിച്ചത്. ഏതോ ഒരു ഫോൾഡറിനകത്ത് ഇത് വരും. ആ ഫോൾഡർ ഏതാണെന്ന് കണ്ടുപിടിക്കണ്ടേ. വീഡിയോ കൺവേർട്ടർ 12 MB ആയിട്ടുണ്ട്. വീഡിയോ കൺവേർട്ടർ എന്ന് പറഞ്ഞൊരു ഇത് മാക്സിമം 6.3 MB നമ്മൾ പറയും. പക്ഷേ നമുക്ക് അതിൽ ലേശം കൂടുതലുണ്ടാവും. ഓക്കെ, ഒരു പരമാവധി അതിലൊരു കൂടുതൽ കാണുന്നുണ്ട്. അത് എന്തായാലും 3 GB സാധനമൊക്കെ പെട്ടെന്ന് കുറയ്ക്കാന്ന് വെച്ചാൽ ലേശം പാടാണ്. പിന്നെ ഈ 3 ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പ്ലേ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ് 3 ആപ്ലിക്കേഷൻ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക.